ഇത് നമ്മൾ ഇഞ്ച് ടേപ്പ്, മെഷറിംഗ് ടേപ്പ്. ഇതിൽ നമ്മൾ സാധാരണ തുണിയുടെ അളവ് എടുക്കുന്നത് ഇഞ്ച് അളവിലാണ്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒത്തിരി എണ്ണം വരുന്നതുകൊണ്ട് നമ്മൾ ഇഞ്ച് അളവിലാണ് സാധാരണ എടുക്കുന്നത്. ഒരു തുവാലയ്ക്ക് 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതിൽ 10.5 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 10.5 ഇഞ്ച് നീളമെടുത്തു, 10.5 ഇഞ്ച് വീതിയും എടുത്തു. അതങ്ങനെ സ്ക്വയറായിട്ട് നേരെ നമ്മൾ വരയ്ക്കുന്നു. ഇനി ആ അളവിൽ നമ്മൾ തുണി വെട്ടുന്നു. ഈ ചെറിയ അളവുകൾ എടുത്ത് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തുണി അളവ് എങ്ങനെ എടുക്കണം, തുണി എങ്ങനെ വെട്ടണം, തുണി ആദ്യം മടക്കി എങ്ങനെ തയ്ക്കാൻ പഠിക്കുന്നത്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബേസിക്കിൽ ആദ്യം തുവാലയിൽ നിന്ന് തയ്ക്കാൻ പഠിക്കാൻ തുടങ്ങുന്നത്. തുണി ഇങ്ങനെ ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ അതേ അളവിൽ തന്നെ ഒന്നും കൂടെ ചെറുതായിട്ട് മടക്കണം. 1/4 ഇഞ്ച് അകലം പോലും വേണ്ട, 1/4 ഇഞ്ചിൽ വളരെ ഏറ്റവും ചെറുതായിട്ട് മടക്കി തയ്ക്കാൻ പാകത്തിന് നമ്മളതങ്ങനെ മടക്കണം. ആ മടക്കിയ വശം നമ്മൾ ആ പ്രഷർ ഫുട്ടിൽ അടിയിൽ വെച്ച് കറക്റ്റ് സൂചി വരുന്നത് പോലെ പ്രഷർ ഫുട്ട് അമക്കി വെക്കണം. നമ്മുടെ സൈഡിലേക്ക് തിരിച്ച് തയ്ക്കാൻ തുടങ്ങണം. സാവകാശം അതേ ആ ലൈനിൽ തന്നെ ഒരേ ലൈനിൽ തയ്ക്കാൻ ശ്രമിക്കണം. ഒരു 1/4 ഭാഗമാകുമ്പോൾ തയ്യൽ സൂചി ആ തുണിയിൽ നിർത്തിയിട്ട് നമ്മൾ മറ്റേ സൈഡും രണ്ടാമത്തെ സൈഡും അതുപോലെ മടക്കി വയ്ക്കണം. കണ്ടിന്യൂസ് ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പതുക്കെ തയ്ച്ച് സൂചി ആ കോർണറിൽ കൊണ്ട് നിർത്തണം. എന്നിട്ട് പ്രഷർ ഫുട്ടൊന്ന് പൊക്കി കൊടുത്തിട്ട് തുണി തിരിക്കണം. തിരിച്ച് രണ്ടാമത്തെ സൈഡും അതുപോലെ മടക്കി തയ്ക്കണം. ഒരേ ലെവലിൽ തയ്യൽ വീഴാൻ ശ്രദ്ധിക്കണം. നേരെ തന്നെ തയ്ക്കണം. തുടക്കത്തിൽ തയ്ക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രഷർ ഫുട്ട് പതുക്കെ പൊക്കി കൊടുത്ത് തയ്ച്ച് എടുക്കണം. വീണ്ടും ഒരു 1/4 ഭാഗമാകുമ്പോൾ സൂചി നിർത്തി മൂന്നാമത്തെ സൈഡും അതുപോലെ തന്നെ മടക്കി വയ്ക്കണം. എന്നിട്ട് അവിടെ പിടിച്ച് പതുക്കെ ആ കോർണറിൽ കൊണ്ട് സൂചി നിർത്തണം. സൂചി അങ്ങനെ നിർത്തിയിട്ട് പ്രഷർ ഫുട്ടൊന്ന് പൊക്കി കൊടുത്ത് തുണി തിരിക്കണം. വീണ്ടും മൂന്നാമത്തെ സൈഡും അതുപോലെ തയ്ച്ച് തിരിച്ച് നാലാമത്തെ ഭാഗം അതുപോലെ മടക്കി സൂചി അവിടെ നിർത്തി പ്രഷർ ഫുട്ട് പൊക്കി കൊടുത്ത് നാലാമത്തെ ഭാഗവും മടക്കി തയ്ക്കണം.
തൂവാല മാത്രമല്ല, ടീപ്പോയുടെ മേലിലിടുന്ന തുണിയും ബെഡ്ഷീറ്റും ഒക്കെ ഇതുപോലെ സൈഡ് അടിക്കാവുന്നതാണ്.